ഒരിടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായിരിക്കുന്നു. ഇത് ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകുമോ? ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യം പ്രവാസികളെ ഉൾപ്പെടെ എങ്ങനെ ബാധിക്കും? രണ്ട് കാര്യങ്ങളാണ്. ഇന്ധന വിലയെക്കുറിച്ച് ഉള്ള ഇനിയുള്ള കാലത്തെ ഇന്ധനവില ഏത് രീതിയിൽ ലോകത്തെ ബാധിക്കും. രണ്ട്, പ്രവാസികളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഡയസ്പോറ ഇൻ പേർഷ്യൻ ഗൾഫ്, അവരുടെ ഭാവി. ഇത് രണ്ടും മുൻപ് നമ്മൾ സംസാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് റൗണ്ട് ഓഫ് അറ്റാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി റിവ്യൂ ചെയ്യേണ്ടത് കൊണ്ട് അത് ചെയ്യുന്നു എന്ന് മാത്രം. നമുക്കറിയാമല്ലോ, ഇന്ധനവില ഇത് നാളെ സംഭവിക്കാൻ പോകുന്ന സമ്മർദ്ദം അതുകൊണ്ട് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് ഗൾഫ് സംഘർഷഭരിതമാണ്. അതുകൊണ്ട് ഭാവിയിലും ഇത് തീർച്ചയായും സംഘർഷപൂരിതമായി നിൽക്കാനാണ് സാധ്യത എന്നത് തന്നെയാണ് പൊതുവെയുള്ള നിഗമനം. പക്ഷേ $120-128 വരെ പോയ ഒരു ബാരലിൻ്റെ വില ഘട്ടം ഘട്ടമായിട്ട് കുറഞ്ഞൊരു സമാധാന പ്രക്രിയ വരുന്നു. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ, സമാധാന ചർച്ച, ഇറാൻ്റെ 14 നിർദ്ദേശങ്ങൾ അമേരിക്ക പരിഗണിക്കുന്നു. അത് ഒരു താൽക്കാലിക ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നു. അത് മുന്നോട്ട് പോകും. പാരീസിൽ വെച്ച്, വേഴ്സായി പാലസിൽ വെച്ച് ട്രംപും ഇറാനിൽ വെച്ച് പെസഷ്കിയാനും ഒപ്പിട്ട ആ ഒരു ധാരണ മുന്നോട്ട് പോകും എന്നതായിരുന്നു പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് $128 നിന്നും കുറഞ്ഞ് ഏതാണ്ട് $60-62 വരെ കുറഞ്ഞു എണ്ണവില. പക്ഷേ വീണ്ടും വെടിപൊട്ടി. കഴിഞ്ഞ ആഴ്ച അയത്തുള്ള അലി ഖമേനിയുടെ ഖബറടക്ക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആ സമയത്തുണ്ടായ ആശയക്കുഴപ്പവും അന്നേരമുണ്ടായ പ്രത്യാക്രമണങ്ങളും, ഇപ്പോൾ ലേറ്റസ്റ്റായി കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണം, ഇറാന് നേരെ നടന്ന പ്രത്യാക്രമണം, അതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എണ്ണവില കുതിച്ചുയരേണ്ടതായിരുന്നു. പക്ഷേ ആ രീതിയിൽ കുതിച്ചുയർന്നതായി കാണുന്നില്ല. ലേശം മുകളിലോട്ട് പോയി, ഒരു 10% മുകളിലേക്ക് പോയി. ഇപ്പോൾ $70 $75-76 ബ്രണ്ട് ക്രൂഡിൻ്റെ വില ഇപ്പോൾ ലേറ്റസ്റ്റ് നോക്കിയപ്പോൾ $78 പെർ ബാരൽ. ഒരു ബാരൽ എന്ന് പറയുന്നത് ഏതാണ്ട് 159 ലിറ്റേഴ്സാണ് ഒരു ബാരൽ. അതിൻ്റെ അന്താരാഷ്ട്ര വിപണിയിലെ വില, ആ വില നിശ്ചയിക്കുന്ന ഒരു പ്രക്രിയ, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. എത്ര വിലയെന്നതല്ല, ഇതാരാണ് നിശ്ചയിക്കുന്നത്. ഇത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചാണല്ലോ ഏത് കാര്യത്തിൻ്റെയും വില, അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെയാണ്. അത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഗൾഫ് മേഖലയിൽ ലോകത്തെ ആകമാന എണ്ണയുടെ 30-40% കടന്നു വരേണ്ടത് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നാണ്. അതിന് പുറമെ എണ്ണയുള്ള പ്രദേശങ്ങൾ വൻതോതിലുള്ളത് റഷ്യയാണ്. അത് വടക്കൻ മേഖലയാണ്, പിന്നെ നോർത്ത് സീ മേഖലയാണ്. പിന്നെ ഉള്ളത് അമേരിക്ക, അലാസ്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എണ്ണയുണ്ട്, ക്രൂഡ് ഓയിലുണ്ട്. പിന്നീട് ലാറ്റിൻ അമേരിക്കയിൽ വെനിസ്വേല, അവിടെയാണ് ഏറ്റവും കൂടുതൽ എണ്ണ റിസർവ്സ് ഉള്ളത്. ലാറ്റിൻ അമേരിക്കയിലെ വടക്ക് ഭാഗത്തുള്ള വെനിസ്വേലയാണ്. ഇപ്പോൾ അമേരിക്കയുടെ അധീനതയിലാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഡയറക്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വെനിസ്വേലയുടെ എണ്ണ. അത് സ്വല്പം കുറുകിയ ഒരു ദ്രാവകമാണ്. അത് കൂടുതൽ ശുദ്ധീകരിക്കേണ്ട, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. വെനിസ്വേലൻ എണ്ണ ശുദ്ധീകരിക്കുന്നത് വളരെ ശ്രമകരമായ ഒരു പ്രോസസ്സാണ്. അത് ഇന്ത്യയിൽ ഏതാനും റിഫൈനറികൾക്ക് മാത്രമേ അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ലോകത്താകമാനം വെനിസ്വേലൻ എണ്ണ സ്വല്പം പ്രോബ്ലമാറ്റിക്കാണ്. എങ്കിൽ പോലും അവൈലബിലിറ്റി ഇപ്പോൾ കൂടിയിരിക്കുന്നു. ഇതിന് പിന്നിൽ ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ, നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൻ്റെ പിന്നിൽ ഒരു ഗ്രാൻഡ് സ്കീം പലരും കാണുന്നത് എണ്ണയുടെ തലസ്ഥാനം, എണ്ണയുടെ മെയിൻ പ്രഭവ കേന്ദ്രം മധ്യപൗരസ്ത്യ പ്രദേശത്ത് നിന്നും അമേരിക്കയിലേക്ക് മാറണം. കാരണം അമേരിക്കയുടെ അസറ്റ് കൂടിയാണല്ലോ എണ്ണ. എണ്ണ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്യുക എന്നത് അമേരിക്കയുടെ നയമായിരുന്നില്ല മുൻപ്. ക്രൂഡ് ഓയിൽ അധിഷ്ഠിത ഇക്കോണമി ആയിരുന്നില്ല അമേരിക്കയുടേത്. അമേരിക്കയുടെ മറ്റ് ഉത്പാദനങ്ങൾ, ആംസ് ആൻഡ് അമ്യൂണീഷൻസ്, അതിൻ്റെ വിൽപ്പന, ടെക്നോളജി, ടെക്നോ പ്രോഡക്റ്റ്, ഇതൊക്കെയായിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ തവണ അധികാരത്തിൽ വന്നപ്പോൾ നയമങ്ങ് മാറ്റി. പരമാവധി ഹൈഡ്രോ കാർബൺ കുഴിച്ചെടുക്കുക, കൽക്കരി ആകട്ടെ, ക്രൂഡ് ഓയിൽ ആകട്ടെ, ഷെയിൽ എന്ന വിഭവമാകട്ടെ, കുഴിച്ചെടുക്കുക, അത് അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റഴിക്കുക. അമേരിക്കയ്ക്ക് വലിയ തോതിലാണ് ട്രേഡ് ഡെഫിസിറ്റ് ചൈനയുമായും ഇന്ത്യയുമായിട്ടൊക്കെ. ചൈനയ്ക്കും ഇന്ത്യക്കും ഒക്കെ വേണ്ടത് എണ്ണ തന്നെയാണ്. ആ എണ്ണ ഗൾഫിൽ നിന്നും സുലഭമായി ലഭിച്ചാൽ അമേരിക്കൻ എണ്ണ ആര് വാങ്ങും? അതുകൊണ്ട് അമേരിക്കൻ എണ്ണയ്ക്ക്, അമേരിക്കൻ ക്രൂഡ് ഓയിലിന്, അമേരിക്കൻ ഷെയിലിന്, അമേരിക്കൻ ഗ്യാസിന് മാർക്കറ്റ് ഉണ്ടാകണമെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാകണമെങ്കിൽ എണ്ണയുടെ വില ലേശം ഉയർന്നു നിൽക്കണം. അവൈലബിലിറ്റി, ഗൾഫ്
അവൈലബിലിറ്റി കുറഞ്ഞിരിക്കണം, വാങ്ങാൻ ആളുണ്ടാകണം, ഒരു സമ്മർദ്ദമുണ്ടാകണം. ഇതെല്ലാം സാധിച്ചിരിക്കുന്നു. റഷ്യയും സന്തോഷത്തിലാണ്. അമേരിക്കയുടെ മറുപക്ഷത്ത് നിൽക്കുമ്പോഴും റഷ്യയ്ക്കും വലിയ ഒരു ആശ്വാസമാണ് എണ്ണവില ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് $70 താഴേക്ക് എണ്ണവില പോകും എന്ന എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് ചവിട്ടി കലക്കി $70 മുകളിലേക്ക് എണ്ണവില എത്തിച്ച് നിർത്താനുള്ള അമേരിക്കയുടെ ശ്രമമാണ് തുടർന്ന് നടക്കുന്ന ആക്രമണങ്ങൾ എന്ന് വിശകലനം ചെയ്യുന്നവരുണ്ട്. അത് പൂർണ്ണമായി ഒബ്ജക്റ്റീവായിട്ട് അതിനെ കാണാനാവില്ല. കാരണം പല കാരണങ്ങളാലാണ് ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ എപ്പോഴെല്ലാം ആക്രമണം ഉണ്ടാകുന്നോ അപ്പോൾ $70 എന്ന ഒരു ബെഞ്ച് മാർക്ക്, അത് ആരും സെറ്റ് ചെയ്തതല്ല, ഒരു ഊഹക്കണക്കാണ്. അതിന് മുകളിലേക്ക് എണ്ണവില എത്തിച്ച് നിർത്താൻ അമേരിക്ക ഏതറ്റം വരെയും പോകും എന്നതാണ് ഒരു നിഗമനം. അതുകൊണ്ട് എണ്ണ വലിയ ഒരു പ്രശ്ന വിഷയം തന്നെയാണ്. അതുകൊണ്ട് എണ്ണയ്ക്ക് ശേഷം എന്നുകൂടി ലോകം ചിന്തിക്കുന്ന നിമിഷങ്ങളാണ്. ഹൈഡ്രോ കാർബണെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാനാവില്ല. ഒന്നുകിൽ സ്വന്തം ഉപാധികൾ കണ്ടെത്തണം, അല്ലെങ്കിൽ പുതിയ ഉപാധികൾ, ഊർജ്ജ ഉപാധികൾ കണ്ടെത്തണം എന്ന് ചൈനയും ജപ്പാനും ഇന്ത്യയും ഒക്കെ അവരൊക്കെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളല്ലേ ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഭാഗം പ്രവാസികളെക്കുറിച്ചാണ്. പ്രവാസികളെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പ്രവാസികൾ കടുത്ത ആശങ്കയിലാണ്. കാരണം ഇതൊരു പാസിംഗ് ഫേസാണ്, അല്ലെങ്കിൽ പെയ്തൊഴിയുന്ന നാശമാണ് എന്ന് വിചാരിച്ചു എങ്കിൽ തെറ്റി. ഇനിയുള്ള നാളുകളിൽ തീർച്ചയായും മുൻകാലങ്ങളിലെ പോലെ സുഗമമാവണമെന്നില്ല ഗൾഫിലെ ജീവിതം. ഗൾഫിലെ ഇക്കോണമിയും ഗൾഫിലെ സ്വച്ഛന്തമായ ജീവിതവും അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറും എല്ലാം തന്നെ മറിയാനുള്ള സാഹചര്യമാണ്. പൂർണ്ണമായ സമാധാനത്തിൽ എത്തില്ല. ഇനിയും കരാറുകളുണ്ടാകും, താൽക്കാലിക വെടിനിർത്തലുണ്ടാകും, സമാധാന കരാറുകളുണ്ടാകും, മൾട്ടി ലെവൽ കരാറുകളുണ്ടാവും. ഇതൊന്നും തന്നെ ശാശ്വതമാകാൻ സാധ്യതയില്ല. അത്രയധികം ഇറാൻ്റെ ജനതയുടെ മനസ്സ് മുറിവേറ്റിരിക്കുന്നു. അത്രയധികം വിശ്വാസ തകർച്ച സംഭവിച്ചിരിക്കുന്നു. അമേരിക്ക ഇറാനെ വിശ്വസിക്കുന്നതും ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ വിശ്വസിക്കുന്നതും ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ വിശ്വസിക്കുന്നതും ഒക്കെ തന്നെ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. ആകമാന വിശ്വാസ തകർച്ചയുടെ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന എല്ലാ കരാറുകൾക്കും ഒരു യാന്ത്രിക സ്വഭാവമാണ് ഉണ്ടാവുക. ആ യാന്ത്രിക സ്വഭാവം നിലനിൽക്കെ ഒരു കരാറും ശാശ്വതമാകില്ല. അതുകൊണ്ട് ഇറാൻ എന്നും ഒരു ത്രട്ടായി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, അടിസ്ഥാന വിഷയമായ പലസ്തീൻ വിഷയം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നിടത്തോളം കാലം മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആ പ്രദേശത്ത് സംഘർഷം ഉണ്ടാകും. ഒന്നുകിൽ ഹൂതികൾ, ഹമാസ്, ഹിസ്ബുള്ള, ഇതെല്ലാം അവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകും. ഇറാൻ്റെ പ്രോക്സീസ്, ദേ ആർ ഡൗൺ ബട്ട് നോട്ട് ഔട്ട്. അവർ വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെരനിയൽ ഒരു പ്രോബ്ലമായി ഇത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പല ആവർത്തി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. ഇതൊരു ഒറ്റ കരാർ, അമേരിക്ക ഇറാൻ കരാറിലൂടെ പരിഹരിക്കാവുന്ന വിഷയമല്ല. ഇതൊരു മൾട്ടിലാറ്ററൽ എഗ്രിമെൻ്റാണ് വേണ്ടത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇസ്രയേലും അമേരിക്കയും ഇറാനും ഉൾപ്പെടുന്ന ഒരു കരാറാണ്. അല്ലാതെ അമേരിക്ക മാത്രം ഇറാനോട് സന്ധി ചെയ്താൽ തീരുന്ന ഒരു പ്രശ്നം അല്ല ഇത്. ആ ഘട്ടമൊക്കെ എപ്പോഴേ മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രവാസികൾക്ക് ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യൻ പ്രവാസികളുണ്ട്. അതിൽ തന്നെ 40 ലക്ഷത്തോളം മലയാളികളാണ്. അതിൽ കൂടുതലും UAE-യിലാണ്. പല രാജ്യങ്ങളിലാണ്, എല്ലാ GCC രാജ്യങ്ങളിലും സാന്നിധ്യമുണ്ട്, ഇന്ത്യൻ ഡയസ്പോറയുടെ സാന്നിധ്യമുണ്ട്. അവർക്ക് വലിയ ആശങ്കയിലാണ്. കാരണം തൊഴിൽ നഷ്ടം, ഈ ഉൽപ്പാദനക്ഷമത കുറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പാദനം തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ എത്ര കാലം തൊഴിലാളികളെ ആവശ്യമുണ്ടാകും, എത്ര കാലം ടെക്നീഷ്യൻസിനെ ആവശ്യമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന മറ്റ് സൗകര്യങ്ങളുണ്ടല്ലോ, ഗതാഗതം, ലോജിസ്റ്റിക്സ്, അങ്ങനെയുള്ള മേഖലകൾ, ഇതെല്ലാം തന്നെ അഫക്റ്റഡ് ആകും. ഒരു സ്പൈറലിംഗ് ആൻഡ് കാസ്കേഡിംഗ് ഇഫക്റ്റാണ് ഉണ്ടാകുന്നത് യുദ്ധം നീണ്ടു നിന്നാൽ. അതുകൊണ്ട് യുദ്ധം നീണ്ടു നിൽക്കുന്നത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടുകൂടിയാണ് പറയുന്നത്. ഗൾഫിൽ പോയി രക്ഷപ്പെടാം എന്ന് മാത്രം വിചാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോലെ കുറച്ചുകൂടി കീപ്പ് ഓൾ ഓപ്ഷൻസ് ഓപ്പൺ. മറ്റ് രാജ്യങ്ങൾ, സ്വന്തം രാജ്യം, എല്ലായിടത്തും മറ്റ് വൈവിധ്യങ്ങളാർന്ന തൊഴിൽ മേഖലകൾ തേടാൻ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ മനസ്സുകൊണ്ട് ഒരുക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. എല്ലാ കാലത്തും ഗൾഫ് എന്ന മേഖല സുരക്ഷിതമാവില്ല, അത് പൊന്മുട്ടയിടുന്ന തറാവാവില്ല എപ്പോഴും. ഈ ഓർമ്മപ്പെടുത്തൽ എത്രയും നേരത്തെ നമുക്ക് ലഭിക്കുന്നോ അത്രയും നല്ലത്. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളാണ്. അത് മലയാളികൾ, എന്നെ കേൾക്കുന്ന മലയാളി പ്രേക്ഷകർ ഇത് മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എല്ലാം തകർന്നു എന്നർത്ഥമില്ല. ഗൾഫ് വീണ്ടും പൂർവാധികം ശക്തമായി വരും. എണ്ണയ്ക്ക് ഡിമാൻഡ് എക്കാലത്തുമുണ്ട്. പക്ഷേ അവിടെ ശാന്തത ഉണ്ടാകണമെന്ന ഒറ്റ പ്രീ കണ്ടീഷനാണ്. അത് നമ്മുടെ പ്രവാസികളുടെ കയ്യിലല്ല, അത് ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിലുമല്ല, അത് അമേരിക്കയുടെയും ഇറാൻ്റെയും ഇസ്രയേലിൻ്റെയും കയ്യിലാണ് ഇരിക്കുന്നത് എന്നുകൂടി ഓർപ്പിക്കട്ടെ.